എന്താ പറയുക, ജീവലക്ഷ്മിനെ ഊറ്റിയെടുത്ത് നമുക്ക് എത്ര ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ബില്ലൊന്നും കൊടുക്കാണ്ട്. അതൊക്കെ എന്താണിത്? അതൊക്കെ ചെറിയ ചിന്താഗതി നിന്ന് വരുന്ന ആളുകളുടെ വിഡ്ഢിത്തരം വിളിച്ചു പറഞ്ഞതുകൊണ്ട് നമ്മളെ പോലത്തെ ആളുകൾ ഇപ്പോ ഇതിന് ഉത്തരം പറയേണ്ട അവസ്ഥ വന്നുപോയി സോഷ്യൽ മീഡിയയിൽ. അതാണ് സത്യം. എനിക്കൊന്നും പറയാനില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട് ആ കുട്ടിയുടെ കാര്യം ആലോചിച്ചു. കാരണം ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ എന്തോരം പേരെ വിളിക്കുന്ന കുട്ടിനെ ചീത്ത വിളിച്ചിട്ടുണ്ടോ? ഒരു മനുഷ്യന് പരിഗണന കൊടുക്കണമെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞ സങ്കടം വരുന്നുണ്ട്. കാരണം അവരൊരു ബുദ്ധിമോശം. കാരണം ഈ കുട്ടി എന്നുള്ളതല്ല, എത്രയോ യൂട്യൂബേഴ്സും എത്രയോ ഇൻഫ്ലുവൻസേഴ്സ് എന്തൊക്കെ വിളിച്ചു പറയുന്നു, അസഭ്യമായി ഭാഷ ഉപയോഗിക്കുന്നു. ഈ നാട്ടിൽ അതിനൊക്കെ റെഗുലേഷൻ റെസ്ട്രിക്ഷൻ ഇല്ലേ? ഈ കോണ്ടന്റുകളെല്ലാം കൺസ്യൂം ചെയ്യുന്ന അടുത്ത ജനതയ്ക്ക് എവിടേക്ക് അതൊക്കെ നയിക്കണേ? ഞങ്ങളെ പോലത്തെ ഒരു എന്താ പറയുക, ഒരു എഡ്യൂക്കേറ്റഡ്, ഒരു എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, ഒരു സൗകര്യമുള്ള ആളുകൾ, അതായത് ഏതൊരു യൂട്യൂബർ പറഞ്ഞത് കറക്റ്റ്. ഇതെല്ലാം ഉപയോഗിച്ചിട്ട് സ്കിൻ ട്രീറ്റ്മെന്റിൽ വന്നിട്ട് ഒരു ക്ലിനിക്കിൽ വന്നിട്ട് ഇതെല്ലാം ട്രീറ്റ് ചെയ്യുന്ന കാശ് അവിടെ ഉണ്ടാവും, സാധാരണ ഉണ്ടാവും. അടിച്ചേൽപ്പിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയാം. അടിച്ചേൽപ്പിക്കുന്ന ചെറിയ കുട്ടിയാണ്, കോടി രൂപ പറയാൻ പറ്റും. ഒരു MVD പോലീസ് ഓഫീസറിനും ഒരു MVD ഇൻസ്പെക്ടർ പോലീസ് ഓഫീസർ പറഞ്ഞ അവസാനം തെളിഞ്ഞാൽ MVD ആണ്. ആ ഇൻസ്പെക്ടറിനെ എനിക്ക് എല്ലാ വട്ടം ഞാൻ കണ്ട സമയത്ത് ഭർത്താവ് ഉണ്ടായിരുന്നു. ഞാൻ ക്ലിനിക്കിൽ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഭർത്താവ് കൂടെ വന്നിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഭർത്താവിനോട് ഞാൻ അടിച്ചേൽപ്പിച്ചു. അങ്ങനത്തെ എല്ലാ ട്രീറ്റ്മെന്റിന്റെയും ഒരു സ്റ്റേജിൽ, ക്വാളിറ്റി സ്റ്റേജിൽ എന്ത് ചെയ്യണം? അത് 3 മാസത്തെ പ്രോട്ടോകോൾ, 2 മാസത്തെ പ്രോട്ടോകോൾ ക്ലൈൻസിന് കൊടുക്കും. ആ കൊടുക്കുന്ന സമയത്ത് ഞാൻ കാണുന്നില്ല. ആ സ്റ്റേജ് കഴിയുമ്പോൾ ഞാൻ വീണ്ടും റിവ്യൂ ചെയ്യും എവിടെ എന്നറിയാൻ വേണ്ടിയിട്ട്. അത് ഞാൻ ഇങ്ങനെ എല്ലാവർക്കും പറഞ്ഞൊരു കാര്യമാണ്. ഓരോരുത്തരുടെ ഓരോ പോലെയാണ് ട്രീറ്റ്മെന്റ്. ഞാനും അനന്തും ഒരേ പ്രായം ഒരേ പ്രശ്നം നമ്മൾ ദുർഫലം വന്നാലേ ഒരു കാര്യം ഇന്ന് ചെയ്താൽ തന്നെ 10ാം ദിവസം നമുക്ക് രണ്ട് റിസൾട്ടാണ്. എനിക്ക് ഹോർമോൺ പ്രശ്നം പോലെ അനന്തൂടെ പ്രൊഡക്ട്സും സൺഎക്സ്പോഷർ ആയിട്ട് എന്റെ പാരമ്പര്യം ഇരിക്കുന്ന സ്കിന്നിൽ പല ഞാൻ ഓരോ സ്റ്റേജിൽ റിവ്യൂ ചെയ്യണം എവിടെ എന്നറിയാൻ. ആ സ്റ്റേജ് സെക്കൻഡ് റിവ്യൂ ചെയ്യുന്ന സമയത്തൊക്കെ ഭർത്താവ് വന്നിരുന്നു. ആ പ്രോട്ടോകോൾ കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ് എഴുതിയിട്ട് ഞാനാണ്. അപ്പോൾ ഞാൻ എന്റെ ട്രീറ്റ്മെന്റ് ലിസ്റ്റ് ഞാൻ എഴുതുമ്പോൾ അടിച്ചേൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ MVD കാരൻ താഴെ എടുത്തിട്ടില്ലെങ്കിൽ അതാണ് ഉദ്ദേശിച്ചത്. എന്താ ഇവർ ആദ്യത്തെ വീഡിയോ പറയുന്നുണ്ട് അവിടുത്തെ ഡോക്ടേഴ്സിനൊക്കെ ക്വാളിഫിക്കേഷൻ പോരാ എന്നുള്ള രീതിയിൽ. 5 കൊല്ലമായിട്ട് ഞാൻ വ്യാജ ഡോക്ടറായിട്ട് കേരളം മൊത്തം ഞങ്ങൾ ബിസിനസ് അല്ല മാമിന്റെ അറിയില്ല, അവിടെയുള്ള ബാക്കിയുള്ള ഡോക്ടേഴ്സിനെ പറ്റി പറഞ്ഞു. ബാക്കിയുള്ള ഡോക്ടേഴ്സ് എന്താ ക്വാളിഫിക്കേഷൻ പറയുന്നത്? BDS MBBS കഴിഞ്ഞ് കോസ്മെറ്റോളജിയും ഡെർമറ്റോളജിയും 6 മാസത്തെ കോഴ്സ് കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. MBBS ഒരു ക്വാളിഫിക്കേഷൻ അല്ലേ? എന്താ നമ്മൾ വ്യാജ ഡോക്ടർ എന്നല്ല കുട്ടി പറഞ്ഞത്. വെറും MBBS BDS എല്ലാം ചെയ്ത് 6 മാസത്തെ കോഴ്സ് കഴിഞ്ഞ് വന്നു. പിന്നെ എന്നെ മൂപ്പര് അന്ന് ചീത്ത വിളിച്ച സമയത്ത് നിങ്ങൾക്ക് ഫോറിൻ ഡിഗ്രി ആളല്ലേ എന്നുള്ളത്. വളരെ മോശമായിട്ട് സംസാരിച്ചു. മോശമായിട്ട് സംസാരിക്കുന്നതിന് അസഭ്യമായ ഭാഷയല്ല എന്നുവെച്ചാൽ എന്നെ തെറി വിളിച്ചിട്ടില്ല. തെറി വിളിച്ചില്ല. പക്ഷേ ആണ് തെറി വിളിക്കാതെ തന്നെ ഒരു ഡോക്ടറിനോട്, ഒരു സ്ത്രീയോട് കൈ ചൂണ്ടി ആക്ഷനെ സംസാരിച്ച് ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കുന്നത് മോശമായിട്ട് പെരുമാറ്റമാണോ? എനിക്ക് സുഖമായിട്ട് വേണമെങ്കിൽ പോലീസോട് പോയി കംപ്ലൈന്റ് ചെയ്യാലോ, എന്നെ തെറി വിളിച്ചു എന്നുള്ളത്. എന്ത് വേണമെങ്കിലും എനിക്ക് പറയാലോ. ഒരു ഡോക്ടറിനെ വന്നിട്ട് ഒരാൾ തെറി വിളിച്ചു എന്നുള്ളത് സത്യസത്യമായിട്ട് വേണം, തെറി വിളിച്ചിട്ടില്ല. പക്ഷേ വളരെ മോശമായിട്ട് മാത്രമല്ല, ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ വന്നൊരു ക്ലിനിക്കിൽ വന്നിട്ട് മെറ്റാ ക്ലാസ് നിങ്ങൾ വന്നു, നാട്ടുകാർ വന്നു, സാധാരണക്കാർ വന്നു, മെറ്റാ ക്ലാസ് അതിന് അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലാത്ത മനുഷ്യനായിരിക്കും വിചാരിക്കുക. ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ മെറ്റാ ക്ലാസ് വന്നിട്ട് ഇതെല്ലാം ചെയ്യുന്നത് ശരിയാണോ? അതിന് ഞാൻ വേറെ കാര്യം പറയാം. ആ കുട്ടി വീഡിയോയിൽ പറഞ്ഞല്ലോ ലീഗിൽ ഞാൻ മൂവ് ചെയ്തു എന്നുള്ളത്. ഇതിന് ആദ്യം ചെയ്യുന്നില്ലേ? എന്തിനാ വീഡിയോ ഇടുന്നത്? സാമാന്യ ചോദിക്കുന്ന കാര്യങ്ങളല്ലേ ചോദിക്കുന്നുള്ളൂ. ആദ്യം ചെയ്യുന്നില്ലേ? എന്തിനാ ഈ പറഞ്ഞ കൊലാരുണ്ടാക്കിയത്? എന്റെ മുഖത്ത് പൊള്ളി പാടുണ്ട്, ഞാൻ ഇതായെന്ന് പറഞ്ഞിട്ട് എല്ലാ വീഡിയോയിൽ വന്നത്. ബില്ല് തന്നിട്ടില്ല, ഞങ്ങൾ വ്യാജമാരാണെന്നല്ലേ പറഞ്ഞത്. മൈ വേ ബൈ കല്യാൺ എന്ന യൂട്യൂബർ ദെയർഫോർ ഐ ആം എന്ന ക്ലിനിക്കിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുകയും 8 മാസത്തെ ട്രീറ്റ്മെന്റിന് ശേഷം കല്യാണി ആ ട്രീറ്റ്മെന്റിൽ സാറ്റിസ്ഫൈഡ് ആവാതിരിക്കുകയും തുടർന്ന് കല്യാണി ക്ലിനിക്കിൽ പോയിട്ട് ബില്ലുകളും മെഡിക്കൽ റിപ്പോർട്ടുകളും ആവശ്യപ്പെടുകയും ദെയർഫോർ ഐ ആം എന്ന ക്ലിനിക്ക് അത് പ്രൊവൈഡ് ചെയ്യാതിരിക്കുകയും ചെയ്ത സമയത്ത് തുടർന്ന് കല്യാണി യൂട്യൂബ് ഷോർട്സിൽ വന്ന് പറയുകയും ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും പറയുകയും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പുള്ളിക്കാരി ഒരു ലോങ് വീഡിയോ ആയിട്ട് വരികയും ചെയ്തു. അപ്പോൾ ഈ ക്ലിനിക്കിനെതിരെ കുറച്ച് അലിഗേഷൻസ് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ദെയർഫോർ ഐ ആം എന്ന് പറഞ്ഞ ക്ലിനിക്കിന്റെ സിഒയും അതുപോലെ തന്നെ ഡോക്ടറും കൂടിയായിട്ടുള്ള ഫാത്തിമ നിലൂഫർ ഷെരീഫ് കഴിഞ്ഞ ദിവസം ലൈഫ് ഓഫ് അനന്തു എന്ന് പറയുന്ന അനന്ത് വ്ലോഗ്സ് കോൾ ചെയ്യുകയും അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ഫാത്തിമ നിലൂഫർ അവരുടെ ക്ലിനിക്കിന്റെ സൈഡിൽ നിന്നുള്ള എക്സ്പ്ലനേഷൻ ആയിട്ട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ കോൾ റെക്കോർഡ് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. അവിടുത്തെ മെഡിസിൻസ് എല്ലാം മാമിന്റെ കമ്പനി തന്നെ ഇത് ചെയ്യുന്നതാണോ? എന്ന് വെച്ചാല് ഐ മീൻ ഈ ദെയർഫോർ ഐ ആം ബ്രാൻഡിൽ വരുന്നതാണോ മെഡിസിൻസ് എല്ലാം? ഞങ്ങളിവിടെ മെഡിസിൻസ് കൊടുത്തിട്ടില്ലല്ലോ. കഴിക്കുന്ന ഒരു മെഡിസിൻസും കൊടുത്തിട്ടില്ല. നമ്മുടെ സിസ്റ്റം അതാണ്. ഞങ്ങൾ പറഞ്ഞൊരു കാര്യം വെച്ചാൽ ഇപ്പോൾ ഒരു ഡെർമറ്റോളജിസ്റ്റ്, ഒരു MD ഡെർമറ്റോളജിസ്റ്റ് ഒരു പിമ്പിൾ വന്നു കഴിഞ്ഞാൽ ഓയിൻമെന്റും മരുന്നുകളൊക്കെ കൊടുക്കും. ഞങ്ങളുടെ സിസ്റ്റം ഞാനത് വിശ്വസിക്കുന്നില്ല. കാരണം ബെൻസാൽ പെറോക്സൈഡ്, അഡാപ്റ്റിൻ, ക്ലിൻഡാമൈസിൻ പോലത്തെ ഓയിൻമെന്റുകൾ കൊടുത്ത് ഒരു പിമ്പിൾ ഒതുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഫാർമസ്യൂട്ടിക്കൽ അപ്രോച്ചാണ്. ആ ഫാർമസ്യൂട്ടിക്കൽ അപ്രോച്ച് അല്ലാതെ തന്നെ ഈ പിമ്പിൾ വരുന്നതിന്റെ കാരണം എന്ത്, സ്കിന്നിന്റെ പ്രതിരോധ ശക്തി എന്ത്, അതെല്ലാം നാച്ചുറലി തന്നെ ശരിയാക്കാനും അതിന് കൺട്രോൾ. ഇപ്പം ഞങ്ങൾക്ക് മരുന്നില്ല എന്നുള്ളതല്ല. ഈ ഓയിൻമെന്റുകളൊക്കെ എപ്പോഴാണ് വരാന്നറിയോ? വലിയ പിമ്പിളൊക്കെ ആയിട്ട് വരുന്ന ഒരു മനുഷ്യൻ അത് കൺട്രോൾ ചെയ്യാൻ. ഇപ്പം ഞങ്ങൾക്ക് കൺട്രോൾ ഡയഗ്നോസിസ് പ്രോഗ്രാം, അങ്ങനെ ഞങ്ങളുടെ സിസ്റ്റം. ഒരാൾ വരുമ്പോൾ കൺട്രോൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ മുടികൊഴിച്ചിൽ ഉള്ള ഒരു മനുഷ്യൻ, മുടികൊഴിച്ചിൽ ഞങ്ങൾക്ക് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ട്രീറ്റ് ചെയ്യേണ്ട ഏരിയ മൊത്തം ഡാൻഡ്രഫ് ആണെങ്കിൽ ആദ്യം ഡാൻഡ്രഫ് കൺട്രോൾ ചെയ്യണം. ആ ഡാൻഡ്രഫിനെ കൺട്രോൾ ചെയ്യേണ്ട ചിലപ്പോൾ മരുന്നുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്നുള്ളതല്ല. അത് കാരണം ഒരു എന്താ പറയുക, മുടി കൊഴിച്ചിൽ കറക്റ്റ് ചെയ്യുന്നത് ആ മരുന്ന് കാരണമല്ല. അപ്പം ഞങ്ങൾ മരുന്നല്ല, ഇറ്റ്സ് ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ്. ഗ്ലൂട്ടത്തൈനും കൊളാജനൊക്കെ. ഗ്ലൂട്ടത്തൈൻ നമ്മുടെ ബോഡിയിലുള്ളൊരു വൈറ്റമിൻ സി മരുന്നാണോ എന്തോ? അല്ല. അപ്പൊ ന്യൂട്രീഷണൽ സപ്ലിമെന്റേഷൻസ് അതൊക്കെ എല്ലാവരും കഴിക്കേണ്ട സാധനം, നമ്മുടെ ബോഡിയിൽ അളവ് ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പൊ നമ്മുടെ അല്ല, ബോഡിയിൽ ഇവരൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തോ ഒരു ക്രീം അടിച്ചേൽപ്പിച്ചു, ലോകത്തില്ലാത്ത വിലയോ അതിലുണ്ടെന്ന് പറഞ്ഞിട്ട്. എത്ര വില എന്നൊന്ന് പറയോ? നമ്മുടെ ജിബി ഫേസ് വാഷ്, സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, ഇത് 3ഉം. പിന്നെ ഒരു ടാർഗറ്റഡ് ട്രീറ്റ്മെന്റ് ഉണ്ട്, കോസ്മലാൻ. അത് ഞങ്ങളുടെ പ്രൊഡക്റ്റ് അല്ല, ഇറ്റ്സ് എ സ്പാനിഷ് പ്രൊഡക്റ്റ്. മീസോ എസ്തറ്റിക്കിന്റെ സ്പാനിഷ് പ്രൊഡക്റ്റ് ആണ് അത്. 16,000 രൂപ എന്തോണ് ഞങ്ങളുടെ പ്രൊഡക്റ്റ്. ദെയർഫോർ ഐ ആം പ്രൊഡക്റ്റിന്റെ വില. നമ്മുടെ ഫേസ് വാഷിന് എത്ര വില? ജെന്റൽ വൈപ്പിംഗ് ഗ്ലൻസ് ഒരു 600-800 അതൊക്കെയാണ്. ഞങ്ങളുടെ ഒരു ആക്റ്റീവ് ഫേസ് വാഷിന് 450, സൺസ്ക്രീൻ ഒരു 800. ഇതാണ് ഞങ്ങളുടെ വില. ഇവര് ഈ അടിച്ചേൽപ്പിച്ചു എന്ന് പറയുന്ന മെഡിസിൻ ഏതാണ്? ഐ മീൻ ക്രീം ഏതാണ്? അത് ദെയർഫോർ ഐ ആം അല്ല.
അത് കോസ്മെലാൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഡീപിഗ്മെന്റേഷൻ ക്രീമാണ്. ആ അത് ഡീപിഗ്മെന്റേഷൻ ക്രീം മൂപ്പര് ഭർത്താവിനും കൂടെ ഒന്നിച്ച് അത് എക്സ്ഫോളിയേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു ചെറിയ ഡബ്ബയുടെ ഒരു കൊല്ലത്തോളം നിൽക്കും. അതൊരു സ്പാനിഷ് ആയിട്ടുള്ള ബ്രാൻഡ് മിസോ എസ്തെറ്റിക് ഇസ് വെരി പോപ്പുലർ ഇൻ ഇന്ത്യ. എല്ലാ ഡോക്ടർമാരും ഉപയോഗിക്കുന്നതാണ്. അത് അവിടുന്ന് സ്കിന്നിന്റെ വാങ്ങിയതാണോ ബാരിയർ അതോ ഒക്കെ പുറത്തുനിന്ന് മേടിച്ചതാണോ? നമ്മുടെ അടുത്ത് തന്നെ വാങ്ങിച്ചത്. നമുക്ക് ദെർഫോറൈമിന്റെ പ്രൊഡക്ട്സിൽ ഒരു വിധത്തിലും അങ്ങനെ ഒരു മരുന്നെന്നല്ല, ദെർഫോറൈമിന്റെ പ്രൊഡക്ട്സിനൊന്നും അങ്ങനെ വിലയില്ല. ഇവർ ഈ കോസ്മെലാൻ എന്ന് പറഞ്ഞിരിക്കുന്ന അടിച്ചേൽപ്പിച്ചു എന്നൊക്കെ എങ്ങനെ പറയാ? എങ്ങനെ അവരെങ്ങനെ നമ്മളിത് പറഞ്ഞേ? അടിച്ചേൽപ്പിക്കാന്ന് വെച്ചാൽ ചെറിയ കുട്ടികളാണോ കോളറി കയറി പിടിച്ചിട്ട് എനിക്കിടോ എനിക്ക് പറയാൻ പറ്റുമോ? ഒരു MVD പോലീസ് ഓഫീസറിനും ഒരു MVD ഇൻസ്പെക്ടർ, പോലീസ് ഓഫീസറിനും പറ്റാണ് ഇത്ര നാൾ പറഞ്ഞത്, അവസാനമാണ് തെളിഞ്ഞ നാളെ MVD ആണെന്ന്. ഓ ആ ഇൻസ്പെക്ടറിന്റെ എനിക്ക് എല്ലാ വട്ടം എനിക്ക് തോന്നുന്നു ഞാൻ കണ്ട സമയത്തൊക്കെ ഭർത്താവ് ഉണ്ടായിരുന്നു. ഞാൻ ക്ലിനിക്കിൽ അയാളെ റിവ്യൂ ചെയ്യുന്ന സമയത്തൊക്കെ ഭർത്താവും കൂടെ വന്നിട്ടാണ് വരുന്നത്. അപ്പൊ ഈ ഭർത്താവിനോട് ഞാൻ അടിച്ചേൽപ്പിച്ചു അങ്ങനത്തെ ഒക്കെ എല്ലാ ട്രീറ്റ്മെന്റിന്റെയും ഓരോ സ്റ്റേജിന് ഇപ്പൊ ക്വാളിറ്റി സ്റ്റേജിൽ എന്ത് ചെയ്യണം അത് 3-4 മാസത്തേക്ക് ഒരു പ്രോട്ടോകോൾ, 2 മാസത്തേക്ക് ഒരു പ്രോട്ടോകോൾ ഒക്കെ ഒരു ക്ലയൻസിന് ഞാൻ കൊടുക്കും. ആ കൊടുക്കുന്ന സമയത്ത് ഞാൻ കാണുന്നില്ല, ആ സ്റ്റേജ് കഴിയുമ്പോൾ ഞാൻ വീണ്ടും റിവ്യൂ ചെയ്യും എവിടെ എത്തി എന്നറിയാൻ വേണ്ടിയിട്ട്. അത് ഞാൻ ഇങ്ങനെ എല്ലായിടത്തും പറഞ്ഞൊരു കാര്യമാണ്. ഓരോരുത്തർക്ക് ഓരോ പോലെയാണ് ട്രീറ്റ്മെന്റ്. ഞാനും അനന്തും ഒരേ പ്രായമാണ്, ഒരേ പ്രശ്നത്തിൽ നമ്മൾ ദെർഫോറൈമിൽ വന്നാലേ ഒരു കാര്യം ഇന്ന് ചെയ്താൽ തന്നെ 10ാമത്തെ ദിവസം നമുക്ക് രണ്ടുപേർക്ക് 2 റിസൾട്ടാണ്. എനിക്ക് ഹോർമോണൽ പ്രശ്നം പോലെ അല്ല അനന്തൂടെ പ്രൊഡക്ട്സും സൺ എക്സ്പോഷറും ആയിരിക്കില്ല, എന്റെ പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുന്ന സ്കിൻ ആയിരിക്കും അപ്പൊ ഞാൻ ഓരോ സ്റ്റേജിൽ റിവ്യൂ ചെയ്യണം എവിടെ എത്തി എന്നറിയാൻ. ആ സ്റ്റേജസിലൊക്കെ ഞാൻ റിവ്യൂ ചെയ്യുന്ന സമയത്തൊക്കെ ഭർത്താവ് വന്നിരുന്നു. ആ പ്രോട്ടോകോളിൽ കോസ്മെലാൻ ട്രീറ്റ്മെന്റ് എഴുതിയിരിക്കുന്നത് ഞാനാണ്. അപ്പൊ ഞാൻ എന്റെ ട്രീറ്റ്മെന്റിന്റെ ലിസ്റ്റിൽ ഞാൻ എഴുതുമ്പോൾ അടിച്ചേൽപ്പിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ MVD കാരനടുത്ത് താനിത് എടുത്തിട്ടില്ലെങ്കിൽ എന്നാണോ? അതാണ് ഉദ്ദേശിച്ചത്. എന്താ അത്? ഇവർ ആദ്യത്തെ വീഡിയോക്കകത്ത് പറയുന്നുണ്ട് ഈ അവിടുത്തെ ഡോക്ടേഴ്സിനൊക്കെ ക്വാളിഫിക്കേഷൻ പോരാ എന്നുള്ള രീതിയിലൊരു 15 കൊല്ലമായിട്ട് ഞാൻ വ്യാജ ഡോക്ടറായിട്ട് കേരളം മൊത്തം ഞങ്ങൾ ഇങ്ങനെ ബിസിനസ് അല്ല ചെയ്യുന്ന ആൾക്കാർ മാമിന്റെ ഒന്നും കാര്യമല്ല, കാണുന്നില്ലല്ലോ. അവിടെയുള്ള ബാക്കിയുള്ള ഡോക്ടേഴ്സിനെ പറ്റിയാ പറഞ്ഞത്. ബാക്കിയുള്ള ഡോക്ടേഴ്സിന് എന്താ ക്വാളിഫിക്കേഷൻ ആൾ പറയുന്നത്? BDS-ഉം പിന്നെ വേറെന്തോ കോഴ്സൊക്കെ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുള്ള രീതിയിലൊരു സ്റ്റേറ്റ്മെന്റ് അല്ലല്ല, പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃത്യം പറയൂ അനന്തു, ആ വീഡിയോയിലുള്ള കൃത്യം പറയൂ. കൃത്യമായിട്ട് BDS-ഉം MBBS എന്നാണ് പറഞ്ഞത്. ആ ഓക്കെ, BDS-ഉം MBBS-ഉം അതെ. BDS-ഉം MBBS-ഉം കഴിഞ്ഞ് കോസ്മെറ്റോളജിയും ഡെർമറ്റോളജിക്ക് 6 മാസത്തെ കോഴ്സ് കഴിഞ്ഞിട്ടാണ് അവർ ഇരിക്കണേ എന്നുള്ളത്. MBBS ഒരു ക്വാളിഫിക്കേഷൻ അല്ലേ? എന്താ നമ്മൾ ഈ വ്യാജ ഡോക്ടർ എന്നല്ലല്ലോ കുട്ടി പറഞ്ഞത്. വെറും MBBS-ഉം BDS-ഉം എല്ലാം ചെയ്ത് 6 മാസത്തെ കോഴ്സ് കഴിഞ്ഞ് വന്നു എന്നുള്ളത്. പിന്നെ എന്നെ മൂപ്പര് അന്ന് ചീത്ത വിളിച്ച സമയത്ത് പറഞ്ഞു നിങ്ങളൊക്കെ ഒരു ഫോറിൻ ഡിഗ്രി ആളല്ലേ എന്നുള്ളത്. ഞാൻ പറയുന്നത് അയാൾ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ പുള്ളി? വളരെ മോശമായിട്ട് സംസാരിച്ചു. മോശമായി എന്നുള്ള സംസാരിക്കുന്നതിന് അസഭ്യമായ ഭാഷയല്ല. എന്നുവെച്ചാല് എന്നെ തെറി വിളിച്ചിട്ടില്ല. ഓക്കെ. തെറി വിളിച്ചിട്ടില്ല. പക്ഷെ ഒരു ആണ് തെറി വിളിക്കാതെ തന്നെ ഒരു ഡോക്ടറിനോടോ ഒരു സ്ത്രീനോടോ കൈ ചൂണ്ടി ആക്ഷനിൽ സംസാരിച്ച് ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കുന്നത് മോശമായിട്ടുള്ള പെരുമാറ്റമാണോ? അതെ അതെ. എനിക്ക് ഇതിന്റെ വേണമെങ്കിൽ ഇതിന്റെ സുഖമായിട്ട് CCTV ഫുട്ടേജ് അവൈലബിൾ ആണോ? അനന്തു ഒരു മിനിറ്റ്, എനിക്ക് സുഖമായിട്ട് വേണമെങ്കിൽ പോലീസിനോട് പോയി കംപ്ലൈന്റ് ചെയ്യാലോ എന്നെ തെറി വിളിച്ചു എന്നുള്ളത്. അതെ എന്ത് വേണമെങ്കിലും എനിക്ക് പറയാലോ. ഒരു ഡോക്ടറിനെ വന്നിട്ട് ഒരാൾ തെറി വിളിച്ചു എന്നുള്ളത് അതെ. സത്യമായിട്ടാ പറഞ്ഞത്. അയാൾ തെറിയൊന്നും വിളിച്ചിട്ടില്ല. പക്ഷെ അയാൾ വളരെ മോശമായിട്ടെന്ന് മാത്രമല്ല, ഒരു ഒരു ഗവൺമെന്റ് ഒഫീഷ്യല് വന്നൊരു ക്ലിനിക്കിൽ വന്നിട്ട് മെറ്റാഗ്ലാസ് ഇപ്പൊ നിങ്ങൾ വന്നു, നാട്ടുകാർ വന്നു, സാധാരണക്കാർ വന്നു, മെറ്റാഗ്ലാസ്സിൽ വന്നു, അതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തൊരു മനുഷ്യനായിരിക്കും എന്ന് വിചാരിക്കുക. ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ ഒരു മെറ്റാഗ്ലാസ് ഇട്ട് വന്നിട്ട് ഇതെല്ലാം ചെയ്യുന്നത് ശരിയാണോ? ഇതിന്റെ ശരിയല്ല. CCTV ഫുട്ടേജ് അന്ന് അങ്ങനെ വന്ന് ഈ ഷോ കാണിക്കുന്നതിന്റെ ഓഡിയോ കാണത്തില്ല, അല്ല CCTV ഫുട്ടേജ് കാണത്തില്ലേ ഈ കിടന്ന ബഹളം വെക്കുന്നതിന്റെ? ബഹളം വെക്കുന്ന എന്റെ കൺസൾട്ടേഷൻ റൂമിലല്ലേ. അവർ 30ാം തീയതി എന്റെ ക്ലിനിക്കിൽ വന്നു പോയിട്ടുണ്ടെന്നുള്ള തെളിവാണോ വേണ്ടത്? അത് പിന്നെ CCTV ഫുട്ടേജ് ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പൊ അവർ ഇന്ന് ഈ പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ ഇവരൊരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഏത് ഡേറ്റ് ആണ്? ജൂൺ 1. ജൂൺ 1-ന്റെ ആണല്ലേ? അതുണ്ടല്ലോ ആ CCTV-യുടെ ഫുട്ടേജിൽ അവർ കാണിക്കുന്നതിൽ ഏറ്റവും റൈറ്റ് സൈഡ് മേലത്തെ ഓക്കെ. കോർണറിൽ ഞാൻ ഡേറ്റും കണ്ടില്ല, ഞാനത് ടൈമും ഉണ്ട്. കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവര് ഡേറ്റും പുറത്തിട്ട വീഡിയോ ടൈമും മാത്രം. ഉണ്ട്. അതെ അതെ അതെ. അവരല്ലേ അതുകൊണ്ടല്ലേ എന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ കൊടുക്കേണ്ട അവസ്ഥ വന്നത്. എന്റെ അടുത്ത് ഇവര് സംസാരിച്ച മാമിന്റെ ഫുട്ടേജ് അടുത്ത് എവിടെ? സംസാരിച്ചെന്നാ? മെയ് 30ാം 30. തീയതി മെയ് മെയ് 30. 30 മെയ് 30ാം തീയതി ശനിയാഴ്ച. ഞാൻ അന്നാണ് ഈ എപ്പോഴും മോശമായിട്ടൊക്കെ സംസാരിക്കുന്നത്. കറക്റ്റ്. അപ്പൊ വളരെ ഓക്കെ ഓക്കെ. നന്നായിട്ടുള്ള ഒരു സംസാര രീതി എന്താ പറയാ. 30ാം തീയതി 30ാം തീയതി എന്താ പറയാ എന്നോട് സംസാരിച്ച ഫുട്ടേജ് എവിടെ? അത് മെറ്റാഗ്ലാസിൽ അവർ ഷൂട്ട് ചെയ്ത ഫുട്ടേജ് എവിടെ? അതേ ചോദിക്കണേ. ഈ പോലീസിനെ ആദ്യം വിളിച്ചു എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ഉം. അതെന്താ? അതെ, അവര് പറയുന്നു അവര് റിലീസ് ചെയ്തിരിക്കുന്ന ആ മെറ്റാഗ്ലാസ് ഷൂട്ട് ചെയ്തിരിക്കുന്ന ബ്ലർ ചെയ്തിരിക്കുന്ന വീഡിയോയിൽ ഞങ്ങളുടെ ഡോക്ടർ വന്ന് പറയുന്നുണ്ട്, ജയൻ സാർ പറഞ്ഞു നിങ്ങളൊരു ആ ഞാൻ കേട്ടു, പോലീസ് DYSP പോലീസ് ആരോ സംതിങ് പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ്. നിങ്ങള് അത് നിങ്ങള് പോലീസ് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഞങ്ങളായിരുന്നു വാസ് ഇൻ ടച്ച് വിത്ത് ദ പോലീസ്. ഈ ശരിയാണ്. കോൺസ്റ്റബിൾസ് ആണെങ്കിൽ ഞങ്ങൾ വിളിച്ചു പറയിപ്പിച്ചിട്ട് അവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ വിട്ടത്. അല്ല, അത് ഞാൻ ചോദിക്കുന്നത് വിച്ച് മീൻസ് ഒരു അനന്തു. കംപ്ലൈന്റ് ആയിട്ട് പോയിട്ടില്ല, പക്ഷെ നമ്മൾ ആദ്യം മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു, റൈറ്റ്? ആദ്യം മൂവ് ചെയ്തു, അത്രേ ഉള്ളൂ. കംപ്ലൈന്റ് ആയിട്ട് മൂവ്. കറക്റ്റ്, താൻ പറഞ്ഞതാണ് വളരെ കറക്റ്റ്. കംപ്ലൈന്റ് ആയിട്ട് ഞങ്ങൾ ലീഗലി രജിസ്റ്റർ ചെയ്യാൻ മാത്രം ഇതിലുണ്ടോ അതിന്?
അതെ ഒരു അതെ റക്കസ് ക്രിയേറ്റ് ചെയ്തൊരു മനുഷ്യനെ പുറത്താക്കൂ. ബാക്കി പിന്നെ എന്താന്നുള്ളത് കാണാം. ബില്ലല്ലേ വേണ്ടുള്ളൂ. ബില്ല് അയച്ചു തരാം. നിങ്ങളൊരു ഒരു ഒരു എന്താ പറയാ വേണ്ട ബില്ല് റിക്വസ്റ്റ് ചെയ്തെന്നുള്ള ഒരു ഫോർമൽ എന്താ പറയാ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ അയച്ചു തന്നിട്ട് ഞങ്ങൾ അയച്ചു തന്നിട്ടില്ലെങ്കിൽ അതൊക്കെ വലിയ തെറ്റാ. അവിടെ കടന്ന് വന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ആളത് പറയുന്നുണ്ട് ആ വീഡിയോയില്. റിലയൻസിന്റെ എന്തോ ഒരു കാര്യത്തിൽ മുംബൈ പോയിട്ടാണോ ഞാൻ അത് എടുക്കാന്നുള്ളത്. കറക്റ്റാ. അത് കറക്റ്റ് തന്നെയാണ്. 8 മാസം മുന്നേ ഉള്ളൊരു ബില്ല് വേണമെങ്കിൽ ഞങ്ങൾ കൊച്ചി കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് തരാം. എന്നെ വന്ന് കണ്ടത് ശനിയാഴ്ച വൈകുന്നേരം. ഞായറാഴ്ച ഇല്ല. തിങ്കളാഴ്ച ആയപ്പോഴത്തേക്കും അവര് വന്ന് പ്രശ്നം ഉണ്ടാക്കി. അത് ശരി. അപ്പൊ എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഒന്ന് അപ്പൊ ബില്ല് തരില്ല എന്നുള്ളത് സ്ഥാപിക്കുന്നത് മാത്രമാണോ ഇവരുടെ വശം? കാരണം 8 മാസം മുന്നേ ഉള്ള ആ ഡോക്ടർ അതില് പറയുന്നുണ്ട്. ഈ മാസത്തെ ആണെങ്കിൽ ദേ ഇപ്പൊ എടുത്തോണ്ട് പോയിക്കോ. അപ്പൊ എന്താ ബില്ല് തരാണ്ട് അപ്പൊ ബില്ല് എങ്ങനെ ഞങ്ങൾക്ക് കള്ളത്തരം ഉണ്ടെങ്കിൽ ആ ഡോക്ടർ പറയും. ആ വീഡിയോയിൽ ഉണ്ടല്ലോ അത്. ആ ഡോക്ടർ ഓക്കെ പറയുന്നുണ്ടല്ലോ. ഈ മാസത്തെ ആണെങ്കിൽ ദേ ഇപ്പൊ തരാം. 8 മാസം മുന്നേ ഉള്ളത് ഓഫീസിൽ നിന്ന് എടുക്കണ്ടേ? മനസ്സിലായി. ഒരു ഹോസ്പിറ്റലിൽ ഒരു മെഡിക്കൽ റെക്കോർഡ് സിസ്റ്റത്തിൽ നിന്ന് ഒന്ന് എടുക്കണ്ടേ? അവരിപ്പോ ഈ ബില്ല് കാരണം കിട്ടിയിട്ട് അവരിപ്പോ എന്ത് ചെയ്യാനാണ്? എക്സാക്ട്ലി എന്റെ ചോദ്യം അതാണ്. ബില്ല് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോ ഒന്നുകിൽ അവർ ബില്ലിൽ കയ്യിൽ ഇല്ലാത്തോണ്ടാണോ? അപ്പൊ ഞാനേ തിരിച്ച് രജിസ്റ്റേർഡ് പോസ്റ്റ് അയച്ചിരുന്നു അവർക്ക്. സെയിങ് ദാറ്റ് ഞങ്ങൾ എല്ലാം തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തൊരു ബില്ല് തരണമെങ്കിൽ അത് സ്പെസിഫിക്കലി തരാം. നിങ്ങൾക്ക് ഈ പകുതി ബില്ല് തന്നു എന്ന് പറഞ്ഞല്ലോ. ബാക്കി പകുതിയുടെ നിങ്ങളുടെ പേയ്മെന്റ് ഡേറ്റ്സ് തരികയാണെങ്കിൽ അത് ഞങ്ങൾ പ്രോസസ് ചെയ്ത് തരാം. നമ്മൾക്ക് മനസ്സിലാവണില്ല അവർ അപ്പൊ അത് അല്ല മുഴുവൻ ബില്ല് വേണോ? തരാം. മുഴുവൻ ബില്ല് രജിസ്റ്റേർഡ് ആയിട്ട് തരണോ? അത് ഇമെയിൽ ആയിട്ട് തരണോ? ഇമെയിൽ ആയിട്ട് തരണമെങ്കിൽ ഇമെയിലിന്റെ അഡ്രസ് ഞങ്ങൾക്ക് അയക്കൂ. ഇത് 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 ഞാൻ ഇതിന്റെ പ്രൂഫ് ഉണ്ട് ഇപ്പൊ ഈ പറഞ്ഞതിന്റെ? ഐ ഒറ്റ മീൻ മിനിറ്റ് മെയിൽ ഒന്ന് ഹോൾഡ് ചെയ്ത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ തന്നെ എന്റെ ഫോണിൽ തന്നെ ഉണ്ടാവും. നോക്കട്ടെ ഒറ്റ മിനിറ്റ് എന്റെ ഫോണിൽ 29 മേലും I would like to inform that Dr. Nilufer's consultation will begin at 11:30. Right. I had contacted her on 22nd for arranging the online meeting. These are the conversation I had with Jeevalakshmi. Okay. നമ്മുടെ കസ്റ്റമർ കെയർ ഇപ്പൊ എല്ലാം എടുത്തിട്ട് ഓരോന്ന് എടുക്കുന്നുണ്ട്. ജിബി ഡു മീ എ ഫേവർ. ഫാൻസി കസ്റ്റമർ കെയറിന്റെ അടുത്ത് ഇമെയിൽ ലാസ്റ്റത്തെ ഇമെയിൽ ചോദിച്ചിട്ടുള്ള എന്താ പറയാ ജീവലക്ഷ്മിയുടെ ഇമെയിൽ തന്നാൽ നമ്മളെല്ലാം അയക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന സ്ക്രീൻഷോട്ട് എനിക്കൊന്ന് അയച്ചു. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. ഇവര് ഫീഡ്ബാക്ക് ചോദിച്ച സമയത്ത് സാറ്റിസ്ഫൈ എന്ന് പറയുന്ന ഓഡിയോ അതിന്റെ അത് ഓഡിയോ എന്തെങ്കിലും ഉണ്ട്. ഉണ്ട് ഉണ്ട്. ഉണ്ട് ഓക്കെ ഓക്കെ. ഉണ്ട് എല്ലാ ഓഡിയോ ഉണ്ട്. എല്ലാ മന്തിലും വിളിച്ച് നമ്മൾ തിരക്കുന്നുണ്ടായിരുന്നോ? യെസ് അത് വേണേ ഇപ്പൊ തന്നെ കേൾപ്പിച്ചു തരാം. വേണമെങ്കിൽ ഒന്ന് ഹോൾഡ് ചെയ്യും. ഒരു മിനിറ്റ് ഇപ്പൊ കേൾപ്പിച്ചു തരാം. ഞാൻ അയച്ചു തരില്ല. അതൊക്കെ കേൾപ്പിച്ചു തരാം. എന്ത് വേണമെങ്കിലും തരാ. ഇത് വിഷയമേ അല്ല അനന്തു. ബട്ട് ദിസ് ഇസ് ടൈം കൺസ്യൂമിങ്. ഇന്നത്തോടെ ഐ വിൽ നോട്ട് ബി ഏബിൾ ടു സ്പീക്ക് ടു എനി മോർ ഓഫ് യൂട്യൂബേഴ്സ്. കാരണം അനന്തു പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഇത് ഭയങ്കര ഒരു ടയറിങ് പ്രോസസ്സാണ്. ഒരാൾ നുണ പറയുന്നു, നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. നുണ അതെ പറയുന്നു, അതെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് പണിയുണ്ട്. ബിക്കോസ് അത് മനസ്സിലായി ഈ പറഞ്ഞ മനസ്സിലായി. മാതിരി ആളെ കൊല്ലാൻ ശ്രമിക്കുക, റേപ്പ് കേസൊക്കെ ആണെങ്കിൽ പോലീസ് തന്നെ കൊണ്ടുപോയിക്കോട്ടെ. ഇത് ബില്ലിന്റെ കേസാ. അതിന് ഇത്ര വലിയ ചർച്ചയാവേണ്ട ആവശ്യമൊന്നുമില്ല. ആ ബില്ല് തന്നിട്ടില്ല എന്നുള്ള ഒരാളെ റേസ് ചെയ്യണതിന് നാട് മൊത്തം ഇളകേണ്ട ആവശ്യമില്ല. അതിൻ്റെതാ. അല്ല ഞാൻ വേറെ കാര്യം പറയാം. ആ കുട്ടി വീഡിയോയിൽ പറഞ്ഞല്ലോ ലീഗലി ഞാൻ മൂവ് ചെയ്തു എന്നുള്ളത്. ഇനി ഇതൊന്നും ആദ്യം ചെയ്യുന്നില്ലേ? എന്തിനാ ഇത് വെറുതെ വീഡിയോ ഇട്ടതെന്ന്? അല്ല ഞാൻ സാമാന്യം ഒരു ബോധമുള്ള ഒരാൾ ചോദിക്കുന്ന കാര്യങ്ങളല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അതെ എന്നാ അതെ ആദ്യം അങ്ങോട്ട് ചെയ്യായിരുന്നില്ലേ? എന്തിനാ ഇപ്പൊ ഈ പറഞ്ഞവര് കോലാഹലം ഉണ്ടാക്കിയത്? എന്റെ മുഖത്ത് പൊള്ളി പാടുണ്ട്, ഞാൻ ഇതായെന്നും പറഞ്ഞിട്ടല്ലല്ലോ വീഡിയോയിൽ വന്നത്. ബില്ല് തന്നിട്ടില്ല, ഞങ്ങള് വ്യാജന്മാരാണെന്നല്ലേ പറഞ്ഞത്. അതെ. അതിപ്പോ ഈ പറഞ്ഞ പോലെ തിരിച്ച് ഓരോന്ന് ഞങ്ങൾ തെളിയിക്കേണ്ട ആവശ്യമുണ്ട്. വ്യാജന്മാരല്ല എന്നൊന്നും ഞാൻ തെളിയിക്കാൻ നടക്കുന്നില്ല. അതൊക്കെ എന്താ പറയാ ഹെൽത്തുകാർ വന്ന് ഞങ്ങൾ പിടിക്കട്ടെ. ഞാൻ ഇത്രയും നാള് ജോലി ചെയ്തിട്ടെ ഞാൻ വ്യാജനല്ല എന്ന് തെളിയിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. അത് എന്റെ ദൈവം സഹായിച്ചിട്ട് നമ്മുടെ ക്ലയൻസും നമ്മൾ ഇത്രയും ഇതാണ്. ഞാനൊരു ഡോക്ടർ അല്ല, MBBS ഡോക്ടർ. ഞങ്ങളുടെ അടുത്ത് എല്ലാവരും വ്യാജ ഡോക്ടർമാരാണ് എന്നുള്ളതൊന്നും ഞാൻ തെളിയിക്കാൻ പോകുന്നില്ല. കാരണം അതൊക്കെ ശരിയല്ല. കാരണം ഇതൊരു മനുഷ്യനെ എന്താ പറയാ ഇപ്പൊ ഒരു കളിയാക്കണ പോലെയാണോ ഇത്? ഒളിച്ചും പാത്തിട്ടാണോ ഞാനിവിടെ ജോലി ചെയ്യുന്നത്? തിരുവനന്തപുരത്ത് കൊറവങ്കോണം, കാലിക്കറ്റിലെ ചെറുട്ടി റോഡ്, എന്താ പറയുക പനമ്പള്ളി നഗർ കൊച്ചി, അതുപോലെ MG വേറെ റോഡ് കാര്യം തൃശ്ശൂര്. പറയുന്നുണ്ട്, 3 months കൂടിയിരിക്കും മാത്രമാണ് അവിടെ വരുന്നതെന്നുള്ളത്. 3 months കൂടി ഞാൻ റിവ്യൂ ചെയ്യേണ്ട ആവശ്യമുള്ളൂ എനിക്ക് ആ കുട്ടീനെ. ഓക്കെ. എല്ലാ മാസം എനിക്ക് കുട്ടീനെ കാണേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ കഴിഞ്ഞ മാസവും അതിന്റെ മുന്നത്തെ മാസം പോയിരിക്കുന്ന എല്ലാ ടിക്കറ്റ്സ് ഞാൻ കാണിച്ചു തന്നാൽ മതിയോ? ഇപ്പൊ എന്റെ ലാസ്റ്റ് ട്രിവാൻഡ്രം വിസിറ്റ് വാസ് ലാസ്റ്റ് സാറ്റർഡേ. അപ്പൊ എല്ലാ ഓക്കെ. മാസം ഞാൻ വരുന്നു എന്നുള്ളത് ആ കുട്ടിയുടെ അടുത്ത് ഞാൻ തെളിയിക്കണോ? ആ കുട്ടീനെ കാണേണ്ട സമയത്തല്ലേ ഞാൻ കാണുള്ളൂ. എല്ലാ മാസം വരുമ്പോൾ എല്ലാ ക്ലയൻസിനും ഞാൻ കാണണോ? ഓരോരോ സ്റ്റേജ് ഞാൻ മുന്നോട്ട് അവരെ ട്രീറ്റ്മെന്റ് പ്രോഗ്രസ് ചെയ്യേണ്ട സമയത്തല്ലേ ഞാൻ കാണേണ്ട ആവശ്യമുള്ളൂ. അതോടെ കഴിഞ്ഞോ? ചോദ്യങ്ങൾ കഴിഞ്ഞോ? ഫാമിലി എന്തെങ്കിലും കഴിഞ്ഞു. പറയണ്ടേ പറഞ്ഞോ? അല്ല എനിക്കൊന്നും പറയാനില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട് ആ കുട്ടിയുടെ കാര്യം ആലോചിച്ചു. കാരണം ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ എന്തോരം പേരാ വിളിക്കുന്ന ആ കുട്ടീനെ ചീത്ത വിളിച്ചിട്ടെന്നറിയോ?
ഒരു ഒരു മനുഷ്യനൊരു പരിഗണന കൊടുക്കണെങ്കിലല്ലേ എനിക്ക് സത്യം പറഞ്ഞ സങ്കടം വരുന്നുണ്ട്. കാരണം അവരൊരു ബുദ്ധിമോശംകാരൻ. അത് ഈ കുട്ടി എന്നുള്ളതല്ല. എത്രയോ യൂട്യൂബേഴ്സും എത്രയോ ഇൻഫ്ലുവൻസേഴ്സ് എന്തൊക്കെ വിളിച്ചു പറയുന്നു. അസഭ്യമായ ഭാഷ ഉപയോഗിക്കുന്നു. ഈ നാട്ടിൽ അതിനൊക്കെ ഒരു റെഗുലേഷനും റെസ്ട്രിക്ഷനും ഇല്ലേ? ഈ കോണ്ടന്റുകളെല്ലാം കൺസ്യൂം ചെയ്യുന്ന അടുത്ത ജനതയ്ക്ക് എവിടേക്കാ അതൊക്കെ നയിക്കണേ? ഞങ്ങളെപ്പോലത്തെ ഒരു എന്താ പറയാ, ഒരു എഡ്യൂക്കേറ്റഡ്, ഒരു എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആൾക്കാര്, ഒരു സൗകര്യമുള്ള ഒരു ആളുകൾ, അത് ഏതോ ഒരു യൂട്യൂബർ പറഞ്ഞത് കറക്റ്റാ. ഇതെല്ലാം ഉപയോഗിച്ചിട്ട് ഒരു സ്കിൻ ട്രീറ്റ്മെന്റിൽ വന്നിട്ട് ഒരു ക്ലിനിക്കിൽ വന്നിട്ട് ഇതെല്ലാം ട്രീറ്റ് ചെയ്യാനുള്ള കാശ് അവരുടെ കയ്യിലുണ്ടാവും. സാധാരണക്കാരുടെ കയ്യിൽ ഉണ്ടാവോ? ഇല്ല. ഇല്ല. അപ്പൊ അത് അതേ പറഞ്ഞു, നമ്മളെ പോലത്തെ ആളുകളൊക്കെ ചിലപ്പോൾ രക്ഷപ്പെടും. ഡു നോട്ട്. അപ്പൊ ദുബായിലാണെങ്കിൽ ഇത് നടക്കുവോ? മിഡിൽ ഈസ്റ്റിലാണെങ്കിൽ ഇത് നടക്കുവോ? എപ്പൊ കൊണ്ടേന്ന് ചോദിച്ചാൽ മതിയല്ലോ ആ യൂട്യൂബറിനെ. എന്താ ഉം. അപ്പൊ there has to be regulations. No, I want it in your phone. അത് ഒരു സെന്റൻസ് ഉണ്ട്. ഇൻ ഓർഡർ ടു അവോയ്ഡ് എനി മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ടു എൻഷുർ ദാറ്റ് വി പ്രൊവൈഡ് ദ പ്രിസൈസ് ഡോക്യുമെന്റ്സ് റിക്വസ്റ്റഡ് ബൈ യു വയ ദ ഇമെയിൽ, പ്ലീസ് ഐ എം റിക്വസ്റ്റിംഗ് യു ടു സെൻഡ് ഇൻ ദ ഇമെയിൽ എന്നുള്ളത്, വിച്ച് ഇസ് ദ രജിസ്റ്റേർഡ്. കാരണം രജിസ്റ്റേർഡ് ഇമെയിൽ അഡ്രസ് ഇല്ല അവിടെ. കാര്യം ഇനി ഹാർഡ് കോപ്പി തന്നിട്ട് വീണ്ടും കിട്ടിയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടേക്ക് ഒരു ഇമെയിൽ, രജിസ്റ്റേർഡ് ആയിട്ട് ഇമെയിൽ അല്ലാണ്ട് ഓ എവിടുന്നോ അവരുടെ ഒരു ഇമെയിൽ പണ്ട് എവിടെ ജീവ ലക്ഷ്മി എന്നുള്ള ഒരു അഡ്രസ്സിലോട്ട് നമ്മൾ അയച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, വി ക്യാൻ ഷോ യു ഇനഫ് ആൻഡ് മോർ എവിഡൻസ്. അതേ കൂട്ടി പ്ലീസ് അതൊന്ന് വേഗം ആ വോയിസ് നോട്ട് അയപ്പിക്കും. വി വാണ്ട് ടു എൻഡ് ദിസ് കോൾ. സോ ദാറ്റ് ഇസ് ഇറ്റ് അനന്തു. ഐ മീൻ ഐ എം എക്സ്ട്രീംലി നമ്മളെല്ലാവരും അപ്സെറ്റ് ആണ് ഇങ്ങനത്തെ ഒരു കാര്യം ബ്രാൻഡിന് ഫേസ് ചെയ്യേണ്ട വന്നല്ലോ എന്നുള്ളത്. കാരണം നമ്മുടെയും ഇപ്പൊ ഓരോ ബിസിനസ്സുകളെ മുന്നോട്ട് നീങ്ങും തോറും ഓരോ പ്രോസസ്സുകളും ഡിപ്പാർട്ട്മെന്റുകളും ശരിയാക്കി തന്നെ കൊണ്ടുപോകേണ്ടി വരും. അതിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ അപ്പം തന്നെ കറക്റ്റ് ചെയ്യാൻ റെഡിയാണ്. ഓക്കെ, സോ ഐം ഗോയിങ് ടു മേക്ക് യു ലിസൺ ടു ദി കസ്റ്റമർ കെയർ ഫീഡ്ബാക്കും കല്യാണിയുടെ വോയിസ് നോട്ടും. അല്ല, കല്യാണിയുടെ കോൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല. ഒരു മിനിറ്റ്. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിളിച്ചായിരുന്നു മാം. നമ്മുടെ ക്ലിനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ട്രിവാൻഡ്രം. ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടാണ് മാം? ഇത് നല്ല സർവീസ് ആയിരുന്നു. ഓക്കെ മാം. ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഡോക്ടർ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ. നല്ലത്. ഓക്കെ മാം. സ്റ്റാഫിയാണെങ്കിൽ ഓക്കെ ആണല്ലേ മാമിന്? ഓക്കെ മാം. മാമിന് മറ്റെന്തെങ്കിലും കൺസേൺ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. ഓക്കെ മാം, താങ്ക് യു ഫോർ ടൈം മാം. അനന്തു കേട്ടോ അത്? ഓക്കെ, കുഴപ്പമില്ല. കുറച്ച് ബ്ലേഡ് ആയിട്ട് ആയിരുന്നു. ഇത് ഏത് മാസത്തെയാണ്? ഏത് മാസത്തെ കൂട്ടിയത്? മാർച്ച് ഏപ്രിലൊക്കെ. മാർച്ച് എല്ലാം നോക്ക്, മെയ് വരെ എല്ലാം സാറ്റിസ്ഫൈഡ് കോൾ. എല്ലാ ഓക്കെ, കോൾസും മെയ് വരെ. അതേ പറയാം. ലാസ്റ്റ് ഡെർമറ്റോളജിസ്റ്റ് ലാസ്റ്റത്തെ ഒരു ആ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആ മെയ് വരെ ലാസ്റ്റ് കോൾ എന്നായിരുന്നു? ലാസ്റ്റ് നോക്കി പറഞ്ഞ ലാസ്റ്റത്തെ കോളാണല്ലോ ഇത്. ഒരു മിനിറ്റ്. ഗുഡ് മോർണിംഗ്. ഞങ്ങൾക്ക് ഡോക്ടറായിരുന്നു. നമ്മുടെ ക്ലിനിക് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വേണ്ട. ഇത്ര ശബ്ദം എങ്ങനെയുണ്ടായിരുന്നു വിസിറ്റ് ചെയ്തിട്ട്? ഓക്കെ, സർവീസ് ഒക്കെ ഓക്കെ ആയിരുന്നില്ലേ? പ്രൊസീജിയർ ഒക്കെ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? പ്രൊസീജിയർ ഒന്നും ചെയ്തില്ല. ഓക്കെ മാം. സ്റ്റാഫ് ഓക്കെ ആയിരുന്നോ? ഓക്കെ ആണോ? എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനത്തെ ഒരു 8 കോൾ സെന്റർ ഉണ്ട് എന്ന് വെച്ചാൽ കഴിഞ്ഞ മാസം വരെ ഉള്ളതുണ്ട്. അത് ഞാൻ പറഞ്ഞത് ഓക്കെ, ഞങ്ങളുടെ ഓക്കെ, മനസ്സിലായി. സിസ്റ്റം ഇസ് ഫുൾ പ്രൂഫ് ദാറ്റ് ദർ ഇസ് നോ വേ ദാറ്റ് യു ക്യാൻ. അതേ പറഞ്ഞത് ഞാൻ പറയാം, ഒരു ക്ലിനിക്കായിട്ട് നടക്കുമ്പോൾ പല പാഴ്ചകളും ഉണ്ടാവും. ഞങ്ങൾക്ക് മനസ്സിലായി. അടുത്ത് ഞങ്ങൾ പാലക്കാട് തുടങ്ങും. ഇത്രയും ഇപ്പൊ മൊത്തം എത്ര സ്കെയിൽ ക്ലിനിക് ഉണ്ട്? ട്രിവാൻഡ്രം, കണ്ണൂരില്ലേ? ട്രിവാൻഡ്രം, കണ്ണൂർ, കാലിക്കറ്റ്, കൊച്ചി, തൃശ്ശൂർ 2. കാലിക്കറ്റിൽ ഇപ്പൊ 2ാമത്തെ യൂണിറ്റ് തുടങ്ങും. ദൈവം സഹായിച്ചട്ടെ അനന്തു. കീപ് us ഇൻ ഗുഡ് പ്രേയേഴ്സ്. നമ്മൾ നല്ല രീതിയിൽ നാട്ടുകാർക്ക് നല്ലത് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ബ്രാൻഡുകൾ ഇതെല്ലാം. ദൈവം സഹായിച്ചിട്ട് പ്ലീസ് കീപ് us ഇൻ യുവർ ഗുഡ് തോട്ട്സ് ആൻഡ് പ്രേയേഴ്സ്, ബിക്കോസ് വി ആർ എൻ എത്തിക്കൽ ഗ്രൂപ്പ്. ലെറ്റ് പീപ്പിൾ ലൈക്ക് us ഗ്രോ ഇൻ കേരള, സോ ദാറ്റ് എത്തിക്കലായിട്ട് നമ്മുടേതായ ഇൻഡസ്ട്രീനെ കൊണ്ടു നടക്കാൻ നിങ്ങളെ പോലത്തെ ആളുകളൊക്കെ ഒന്ന് സഹായിക്കാം. അനാവശ്യമായിട്ടുള്ള ഈ ഒരു ഇൻഫ്ലുവൻസേഴ്സോ ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ എഗൻസ്റ്റ് ഞാൻ തുറന്ന് സംസാരിക്കാൻ ഇനി റെഡിയാണ്. ഇപ്പൊ ഡെർമറ്റോളജിസ്റ്റുകളെ 200 രൂപ 300 രൂപയുടെ ഓയിൻമെന്റുകളൊക്കെ നാട്ടുകാർക്ക് കൊടുക്കുമ്പോൾ എന്തിനാ, പെട്ടെന്ന് സ്റ്റിറോയിഡ് ക്രീം ആയതുകൊണ്ട് വേഗം അത് ശരിയായി കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് അവർ കാലാകാലം ഉപയോഗിക്കുമ്പോൾ അതിന് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ നാട്ടില് പഴയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല ചികിത്സാ രീതികളിലും നമ്മളത് ഇല്ല, നമുക്കതൊന്നും ഇല്ല, നമ്മുടെ രീതികൾ ഇങ്ങനെയാണ് അതുകൊണ്ടാണല്ലോ എന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കോസ്മെറ്റിക് കെമിസ്ട്രിയാണ്.
കോസ്മെറ്റിക് കെമിസ്ട്രി എന്ന് പറയുന്നത് ക്രീം ഉണ്ടാക്കാൻ പഠിക്കല്. കോസ്മെറ്റിക് കെമിസ്ട്രി അമേരിക്കയിൽ നിന്ന് പഠിക്കുമ്പോഴേ നമുക്ക് കൃത്യമായിട്ട് അറിയാം. എന്നാലും എനിക്ക് ഇപ്പോഴും ഞാൻ പറയാം, therefore I am എനിക്ക് വേണ്ട ഫോർമുലേഷൻ എത്തിയിട്ടില്ല. കാര്യം എത്താന്ന് പറയുന്നത് എനിക്ക് നാട്ടിൽ ഇന്ത്യയിൽ റെഗുലേറ്റ് കിട്ടിയിരിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ടേ ക്രീം ഉണ്ടാക്കാൻ പറ്റൂ. അത് തന്നെ കാരണം ഇല്ലെങ്കിൽ ഞാൻ ഫ്രാൻസിൽ നിന്നും ജർമ്മനിയിൽ നിന്നൊക്കെ അത്ര ക്വാളിറ്റി സാധനം ഇറക്കുമ്പോൾ പ്രൊഡക്റ്റിന് റേറ്റ് കൂടും. നാട്ടുകാർക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാനൊക്കെ ആരും ഏത് കോസ്മെറ്റോളജി ബ്രാൻഡിനാണ്, എസ്തറ്റിക് ബ്രാൻഡിനാണ് അവരുടേതായ R&D ടീം. ഞങ്ങളുടെ മാനുഫാക്ചറിങ് നോക്കുകയാണെങ്കിലേ മറ്റേ ദീപിക പഡ്കോണയുടെയും അവരുടെയൊക്കെ ഈ പറഞ്ഞ സിപ്ല കമ്പനിക്കാരുടെയും മറ്റേ ഡോക്ടർ ഷീത്തിന്റെ ഒക്കെ ആൾക്കാരും മാനുഫാക്ചറേഴ്സാണ് നമുക്ക്. സിപ്ലയുടെ ഒക്കെ ഒരു എക്സൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ R&D ടീമായിട്ട് ഗുജറാത്തിൽ ഇരിക്കുന്നത്. ഇത്രയൊന്നും ചെയ്യേണ്ട. അപ്പുറത്ത് പാലക്കാടും കോയമ്പത്തൂരൊക്കെ ഒരു വീട്ടിലിട്ടിട്ട് ക്രീം കലക്കി എനിക്ക് നാട്ടുകാർക്ക് കൊടുക്കാവുന്നതുള്ളൂ. മനസ്സിലായോ അനന്തു? അപ്പൊ എന്താ മനസ്സിലായി വിഷമം മനസ്സിലായി എന്താണെന്നറിയോ? നമ്മൾ അത്രയും എത്തിക്കലായിട്ട് ഓരോ കാര്യം മുന്നോട്ട് നീക്കി എന്റെ ഭാഗ്യം കൊണ്ടാണ്, ദൈവം സഹായിച്ച ഭാഗ്യം കൊണ്ടാണ് സംയുക്ത വർമ്മയ്ക്ക് ആ ഇന്റർവ്യൂലൊക്കെ അത് പറയാൻ തോന്നുന്നത്. അപ്പൊ എന്റെ അടുത്ത് വരുന്ന ക്ലയൻസിന് കൃത്യമായിട്ട് അറിയാം. എന്ന് വെച്ച് സൗന്ദര്യവർദ്ധന ബിസിനസ്സാണ് നമ്മുടെ. എല്ലാരും അങ്ങനെ സാറ്റിസ്ഫൈഡ് ഒന്നും ആവണമെന്നൊന്നും ഇല്ല. എല്ലാരും മനസ്സിലായി സൗന്ദര്യവർദ്ധന സങ്കല്പമൊന്നും ഞാൻ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അതെല്ലാ ബിസിനസിനെ പോലെ ഞങ്ങൾക്കുണ്ട്. എല്ലാവർക്കും അതുപോലെ എല്ലാവർക്കും അവരുടെ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. ദയവ് ചെയ്തിട്ട് അനാവശ്യമുള്ള ഒരു കാര്യങ്ങളൊന്നും ഞങ്ങളുടെ അഗേൻസ്റ്റ് ഇല്ല. അങ്ങനെ ഒരു കുത്തിപ്പൊക്കാൻ നമ്മുടെ അഗേൻസ്റ്റ് ഇല്ല. അപ്പോൾ ലെറ്റ് പീപ്പിൾ ലൈക്ക് അസ് എത്തിക്കലി ഗ്രോ ഇൻ കേരള. അതുകൊണ്ട് ബില്ലൊന്നും കൊടുക്കാതെ തട്ടിപ്പും വെട്ടിപ്പൊന്നും ആയിട്ട് നമുക്ക് നടക്കണമെന്ന് ഒരു ആഗ്രഹമില്ല. എത്ര രൂപ സേവ് ചെയ്യും തട്ടിപ്പും വെട്ടിപ്പൊക്കെ വെച്ചിട്ട്? അതെ അതെ എന്താ പറയുക, ജീവലക്ഷ്മിനെ ഊറ്റിയെടുത്ത് നമുക്ക് എത്ര ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ബില്ലൊന്നും കൊടുക്കാണ്ട്? അതൊക്കെ എന്താണിത്? അതൊക്കെ ചെറിയ ചിന്താഗതി നിന്ന് വരുന്ന ആളുകളുടെ വിഡ്ഢിത്തരം വിളിച്ചു പറഞ്ഞതുകൊണ്ട് നമ്മളെ പോലത്തെ ആളുകൾ ഇപ്പോ ഇതിന് ഉത്തരം പറയേണ്ട അവസ്ഥ വന്നുപോയി സോഷ്യൽ മീഡിയയിൽ. അതാണ് സത്യം. മാമിന് ഇതല്ലാതെ വേറെ ബിസിനസ് ഉണ്ടോ? ഇല്ല, ഞാൻ ഇത് മാത്രമായിട്ട് നടക്കുന്ന ഒരാളാണ്. ഓക്കെ എന്ന് വെച്ചാൽ ഇപ്പൊ കോസ്മെറ്റോളജി ക്ലിനിക്സ് അല്ലാതെ തന്നെ ന്യൂട്രീഷൻ സപ്ലിമെന്റേഷൻസ് കാര്യങ്ങൾ ഞങ്ങൾ ഉടനെ തുടങ്ങാൻ പോകുന്ന ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഡോക്ടർമാർക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു ജോലി സംബന്ധമായിട്ടുള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തത് മെറ്റ ക്ലിനിക്കുകൾക്കുള്ള ഓപ്പറേഷണൽ സൊല്യൂഷൻസും നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ പല ക്ലിനിക്കുകളിലും അവർക്ക് ഇത് കൊണ്ടു നടക്കാൻ അറിയില്ല. അപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നമ്മളെ കുറച്ച് ആളുകൾ പറഞ്ഞു വെച്ചാൽ വളരെ വ്യക്തമായിട്ട് ഡോക്യുമെന്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ എന്നുള്ളത്. അത് അവരെ സഹായിക്കാനുള്ള ഒരു കൺസൾട്ടൻസി ഫേം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായി. എനി അതർ ക്വസ്റ്റ്യൻസ് അനന്തു? ഇല്ല വേറെ ഒന്നുമില്ല. ഞാൻ ഈ കോൾ ആക്ച്വലി റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടുന്നോണ്ട് പ്രശ്നമുണ്ടോ? ഇടുന്നോട് പ്രശ്നമുണ്ടോന്ന് വെച്ചുകഴിഞ്ഞാലേ, എത്ര സ്ഥലങ്ങളിലാണ് ഈ ഡോക്ടർ കിടന്ന് ഈ വിളിച്ചു പറയുന്നു എന്നുള്ളത് ഇല്ലില്ല നാട്ടുകാർക്ക് അങ്ങനെയല്ല തോന്നൂലേ? അങ്ങനെ ഇതിപ്പോ തോന്നത്തില്ല. ഞാൻ പ്രശ്നമില്ല. പേടിച്ചിട്ടാണ് നിങ്ങളുടെ അടുത്തൊക്കെ സംസാരിക്കുന്നത്. കാരണം എന്താ, എനിക്ക് ആഗ്രഹമില്ല. ഉള്ളത് പറയല് എനിക്ക് ആഗ്രഹമില്ല. കാരണം ഓരോ യൂട്യൂബേഴ്സ് വിളിച്ചു പറയുമ്പോൾ ഇങ്ങനെ ഉത്തരങ്ങൾ പറയാൻ എനിക്ക് വയ്യ. ഓക്കെ, പക്ഷെ ഞാൻ പേടിച്ചിട്ട് പറയണത് എന്തിനാണെന്നറിയോ? എന്റെ വശം നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഭാവനയിൽ ഉദിക്കുന്ന ഓരോ അതെ കാര്യങ്ങളായിരിക്കും അതെ നിങ്ങൾ ഇടാൻ പോകുന്നത്. അതുകൊണ്ട് ഇട്ടോ, ഞാൻ പറയുന്നതിൽ ഒന്നും തെറ്റില്ല. ഞാൻ സ്റ്റാൻഡ് ചെയ്യുന്ന കാര്യത്തിന് തന്നെയാണ്. എന്റെ പ്രാർത്ഥന ഇനി ദയവ് ചെയ്ത് ഒരു യൂട്യൂബ് ഇതും കൂടെ നിങ്ങൾ ഇടാൻ റെഡി ആണെങ്കിൽ എല്ലാം ഇട്ടോ. ഞാൻ ഈ പറയുന്നതും കൂടെ ഇടാം. ദയവ് ചെയ്ത് ഇനി ഒരു യൂട്യൂബേഴ്സ് ഞങ്ങളെ കോൺടാക്ട് ചെയ്യല്ലേ. അനന്തുവിന് നല്ല ഒരു ഓഡിയോ ക്ലിപ്പ് ഞാനിപ്പോ അനന്ത് ചോദിച്ച എല്ലാ ചോദ്യത്തിനും ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതും കൂടെ റിലീസ് ചെയ്യുക. ഒരു പ്ലീസ് ദയവ് ചെയ്ത്. ഇപ്പോ ഒരാളുടെ അടുത്തും കൂടി ഞാൻ കമ്മിറ്റ് ചെയ്ത് 12:30 അതും ഇത് തന്നെ ഞാൻ അവിടെയും പറയും. അതോടെ ദാറ്റ്സ് ഇറ്റ്. ഇത് ലാസ്റ്റ് 12:30 കോളും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഐ എം സ്റ്റോപ്പിംഗ് ദിസ്. ബാക്കി നാട്ടുകാർ എന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം നാട്ടുകാർ സഹായിച്ചിട്ട് തന്നെയാണ് എന്റെ ബിസിനസ് ഒക്കെ ഓടുന്നത്, നല്ല രീതിയിൽ പോകുന്നത്. അതുകൊണ്ട് അതല്ല, നിങ്ങൾ എന്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഇനി ഒരു യൂട്യൂബേഴ്സും എന്നെ കോൺടാക്ട് ചെയ്യരുത് എന്നുള്ള ഓഡിയോ ക്ലിപ്പും കൂടെ നിങ്ങൾക്ക് ഇടാൻ പറ്റുമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾ ഇട്ടോ. That is it. I don't want to indulge in this anymore. Thank you. അപ്പോൾ ഈ കോൾ റെക്കോർഡ് കേട്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.